ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് ഞങ്ങളുടെ വല്യമ്മയ്ക്ക്. അയ്യോ സാരി അത് കൊടുത്തോണ്ട് അവർക്ക് ടാവോളം വില വെച്ചോ. എന്താ ഇതിനകത്ത് ഭജന ഇരുന്നൂടെ? വിശദമായിട്ടൊന്നും ഭജന ഇരിക്കാന്ന് കരുതി. തലയ്ക്ക് നൊസുണ്ടോ നിങ്ങക്ക്? ആരാ നിങ്ങളെ പൂട്ടിയിട്ടത്? ആളെ കണ്ടില്ല, മായായിരിക്കും. ക്ഷേത്രമല്ലേ, ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ. തിരുമേനി ഒന്ന് മാറിക്കേ. എടാ, നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? വിളിച്ചോണ്ട് എന്ത് പ്രയോജനം? അമ്പലത്തിലെ റെക്കോർഡ് വെച്ചിരിക്കല്ലേ, ഒരക്ഷരം എനിക്ക് കേൾക്കാൻ വയ്യായിരുന്നു. എടാ, അവൾ എന്നെ പൂട്ടിയിട്ടെന്ന്. പൂട്ടിയിട്ടെന്നോ? ആര്? ആ ഋതിക. ഋതികയോ? എവിടെ പൂട്ടിയിട്ടെന്ന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം. മൈ ഗോഡ്, എന്നിട്ട് പുറത്തിറങ്ങിയോ? ഇപ്പൊ ആ ശാന്തിക്കാരൻ തിരുമേനി ഇതുവഴി വന്നു, അങ്ങനെ ഇറങ്ങിയത്. എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നേ? ഇത് ആവശ്യമുള്ള പണിയല്ലേടാ. നിങ്ങൾ എന്നോട് ആലോചിക്കാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പുലിവാല് പിടിക്കും. ഇതൊക്കെ എന്നോട് കൂടി ആലോചിക്കണ്ടേ? നീ ഒന്ന് പോടാ അവിടുന്ന്. ഇതുകൊണ്ട് അരിഞ്ഞേക്ക്. മൊയില് കുഞ്ഞാണോ അപ്പൂപ്പന്റെ ഐശുക്കുട്ടി? ക്യാരറ്റ് ആണല്ലോ തീറ്റ. അതെന്താ വേണുവേട്ടാ, ക്യാരറ്റ് കഴിക്കുന്ന മൊയില് മാത്രമാണോ? ഇടേ, മൊയിലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഐറ്റമാണ് ക്യാരറ്റ്. അതുപോലെ എന്റെ പുന്നാരിക്ക് ഇഷ്ടമുള്ള ഐറ്റം ഏതാ? പരിപ്പ് പായസം. ഓ അത് കൊള്ളാലോ. അപ്പൂപ്പനും കുഞ്ഞുമോക്കും ഒരേ ഐറ്റമാണല്ലോ ഇഷ്ടം. എന്റെ രാധ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് പായസം ഇച്ചിരി ഉണ്ടാക്കി തന്നേടി. ആര് പറഞ്ഞു ഇവിടെ പരിപ്പ് പായസം വയ്ക്കാറില്ലെന്ന്? അച്ഛാ, ടുഡേ സ്പെഷ്യൽ പരിപ്പ് പായസം. ഋതുമോൾക്കും ഇഷ്ടാ പരിപ്പ് പായസം. അയ്യോ, ഇതെന്തൊരു അത്ഭുതം! എനിക്ക് എന്റെ ജീവനാ പരിപ്പ് പായസം. വന്നു കോടാലി. പരിപ്പ് പായസത്തിൽ കിടന്ന് കുളിക്കണോന്നാ എന്റെ ആഗ്രഹം. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു വാർപ്പില് പരിപ്പ് പായസം ഉണ്ടാക്കി ഇവരെ ആ തിളക്കണ പായസത്തിലേക്ക് തള്ളിയിടാം. എന്നാലും ഇവർക്ക് ഒന്നും പറ്റൂല. അവർ ആ പായസത്തിൽ കിടന്ന് മുങ്ങാൻ കുഴിയിട്ട് മുങ്ങും, ഈ നീർക്കോലിയെ പോലെ. നിങ്ങളങ്ങനെ കളിയാക്കൊന്നും വേണ്ട കേട്ടാ, ഞാൻ പറഞ്ഞത് സത്യോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പരിപ്പ് പായസം. പിന്നെ ഇവന്റെ അച്ഛനും ഒടുവിൽ പായസ കച്ചവടമായിരുന്നു പണി. പായസം പിള്ളേന്നാണ് നാട്ടുകാർ വിളിച്ചോണ്ടിരുന്നത്. ബാക്കി കഥയുടെ കേക്ക്. അപ്പൊ ഇവരെ തനി നിറം മനസ്സിലാവും. അതെന്താ, അതൊന്ന് കേക്കണമല്ലോ. അത് വേറൊന്നുമല്ല, ഇവന്റെ അച്ഛൻ രാവിലെ എഴുന്നേറ്റിരുന്ന് തനിച്ച് പായസം ഉണ്ടാക്കും. 1-2 തൂക്കുപാത്രങ്ങളും ഗ്ലാസുകളുമായിട്ട് വഴിയരികിലെ മാവിന്റെ ചൂട്ടിൽ ചെന്നിരുന്ന് വിൽക്കും. അതായിരുന്നു പതിവ്.
എന്നിട്ട് വീട്ടിലിട്ട് ബിസിനസ് ചെയ്യുന്നത് കണ്ട് ഞാൻ അതിന്റെ ലാഭവിഹിതം ചോദിച്ചു. അയാൾ തന്നില്ല. അയാളെന്ന് പറഞ്ഞ സ്വന്തം ഭർത്താവ് ഓ അത്രയ്ക്ക് ദിവ്യമായിരുന്നു ദാമ്പത്യം. ആഹാ. എന്നിട്ട് ബാക്കി പറയാമേ. ലാഭവിഹിതം തരാത്തത് കൊണ്ട് എനിക്കത് അത്ര പിടിച്ചില്ല. അന്ന് അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഓ, ഭയങ്കര തിരക്ക്. ഇയാൾ ഉണ്ടാക്കിയ പായസത്തിൽ മുഴുവൻ ഞാൻ സോപ്പ് പൊടി കലക്കി. അശോ, പായസം കുടിക്കുന്നവര് വയറും പൊത്തി പിടിച്ച് കാടും പറമ്പും തിരക്കി ഓടി. ഒടുവില് പായസം പിള്ളയെ നാട്ടുകാർ മുഴുവൻ അലക്കി. മനസ്സിലായില്ലേ ഈ കിളവ് ഏത് വകുപ്പായിരുന്നു? എന്റെ അച്ഛനോട് ഈ ദ്രോഹമൊക്കെ ചെയ്ത ഇവരെ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? എന്നോട് കളിക്കുന്ന ആർക്കും ഈ കഥ ഒരു ഗുണപാഠമായിരിക്കും. എന്നുവെച്ചാ നമ്മളെല്ലാവരും ഇവര് ഒതുക്കുന്നല്ലേ അതിന്റെ അർത്ഥം? ഷോപ്പിംഗും കഴിഞ്ഞാണല്ലോ രണ്ടുപേരും വരവ്. ഇന്നൊരു സന്തോഷമുള്ള ദിവസങ്ങളെ. ആ. ഇത് ഐശ്വനുള്ള ഡ്രസ്. താങ്ക് യു. ഇത് മാമന്റെ ഐഷുവിന് സ്വീറ്റ്സ്. ഓ, sweets. താങ്ക് യു അമ്മാവ. ഇത് എല്ലാവർക്കും ഉള്ളതാ. ആ. അങ്കിളിനും രാധമ്മയ്ക്കും പ്രിയച്ചിക്കും ചേട്ടനും എല്ലാം. അയ്യോ, ഋതിക, വേറെ കാര്യം പറയാൻ മറന്നുപോയി. ഇത് ഞങ്ങളുടെ വല്യമ്മയ്ക്ക്. അയ്യോ, സാരി. അത് കൊടുത്തോണ്ട് അവർക്കിട്ട് ആവോളം വില വെച്ചോ. അല്ല, മക്കള് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കുറേ നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഉം. മരുതു. മുണ്ടക്കലമ്മേ, ഇണപ്രാവുകള് പറന്നു വന്നിട്ടുണ്ട്. അവര് രണ്ടുപേരും തമ്മില് കൂടുതൽ അടുക്കാനോ സംസാരിക്കാനോ പാടില്ല. അവര് തമ്മില് ബദ്ധ ശത്രുക്കളായി മാറിയ അത്രയും നല്ലത്. അത് ഞാൻ ഏറ്റു. ഇത് ഞാൻ കലക്ക് കൈ തരാം. എന്റെ ശിങ്കിടി മുണ്ടൻ ദൈവത്തെ ഞാനൊന്ന് ധ്യാനിച്ചോട്ടെ. അമ്മയ്ക്ക് ഫോൺ വയ്ക്ക്. അകലെ